നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാളെ നേരം വെളുക്കുമ്പോ അഞ്ജനയെ വീണ്ടും അവൾ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റും. അവിടെ അവളെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അതോടെ ആ പോവാങ്കുരുന്നില ഞാൻ നുള്ളിയെടുത്ത് അടുപ്പിലിടും. നിങ്ങൾ നോക്കിക്കോ. ഗിരിജ കളി തുടങ്ങിയിട്ടേയുള്ളൂ. ഇതിനൊരു അവസാനം കണ്ടിട്ടേ ഈ കളി ഞാൻ അവസാനിപ്പിക്കൂ. ആഹാ, ഐശ്വര്യമുള്ള പെൺപിള്ളേരായ ഇങ്ങനെ തന്നെ വേണം. വെളുപ്പിനെ എണീറ്റ് കുളിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ 2 പെൺപിള്ളേരുണ്ട്. അവളുമാരെയാ ഈ അടുക്കള കാണൽ ചടങ്ങ് നടത്തിക്കേണ്ടത്. അവരിങ്ങോട്ട് വരാറേയില്ല. എന്താ ദർശന കുഞ്ഞെ, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നാ മതിയായിരുന്നല്ലോ. അതിന് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? നീ എങ്ങനെ ഓവറായി ചിന്തിച്ച് ചിരിക്കൊന്നും വേണ്ട. ഇന്നലെ രാത്രിയിലെ ഗിരിജയുടെ വക ഇവിടെ ഒരു കഥകളി ഉണ്ടായിരുന്നു. വെളുപ്പിന ആട്ടവിളക്കണച്ചത്. ഇന്നലെ അമ്മയ്ക്ക് വീണ്ടും വയ്യാണ്ടായി. അയ്യോ, ഞാനതറിഞ്ഞില്ല. രൂപേഷേട്ടൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാനും പിന്നെ അവിടെ തന്നെ ഇരുന്നു. മോളെ, ചായ ഇപ്പൊ തന്നെ തരാവേ. ഇവിടെ രാവിലെ എഴുന്നേക്കുന്നവര് കുറവാ. ഗീതമ്മയുടെ മാത്രമാ രാവിലെ അടുക്കളയിൽ കയറാറ്. ഇന്ന് എല്ലാവർക്കും എന്റെ വകയാ ചായ. അയ്യോ വേണ്ട മോളെ, ഞാൻ ഇട്ടോളാം. അതൊന്നും വേണ്ട, ഞാൻ ഇട്ടോളാം. ഇതെന്താ വെള്ളവും പാലും ഒരുമിച്ച്? ഇതേ നകുലന്റെ ട്രെയിനിങ്ങാ. ഓ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എല്ലാം നകുലൻ റെഡിയാക്കും. തേയില ആദ്യമേ ഇടും. തേയില നേരത്തെ വെന്ത് കറയിറങ്ങും. ചായക്കൊപ്പോ കടുപ്പവും രുചിയും കൂടും. ഇന്ന് രാജ ചേച്ചിക്കും ഗീതമ്മ അമ്മയ്ക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ള ചായ എന്റെ വക. ആഹാ, അപ്പൊ എന്റെ ജോലി കളയും അല്ലേ കുഞ്ഞെ? ആ ദേ നോക്കിയേ, ഇന്ന് കാക്ക മലർന്നു പറക്കും. കണ്ടില്ലേ, അടുക്കള കാണൽ ചടങ്ങ് തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാ ഗിരിജാ മേഡത്തെ ഇത്ര നേരത്തെ കാണുന്നത്. അതേ, നീ കൂടുതലങ്ങ് നിഗളിക്കണ്ട. കളിയാക്കലൊക്കെ ഒരു ലിമിറ്റിന് മതി. അല്ല, അവള് കളിയാക്കിയതല്ലോ, സത്യം പറഞ്ഞതല്ലേ. ഞാനും ഇതുവരെ ഗിരിജയെ ഈ നേരത്തുണർന്ന് ഞാൻ കണ്ടിട്ടില്ല. അതെ, എന്റെ ചായയും എടുത്തേ. ഇന്നെല്ലാവർക്കും ദർശന കുഞ്ഞിന്റെ വകയാ ചായ. എനിക്കങ്ങ് വേണ്ട അത്. അല്ലാതെ ഇവിടെ ഇട്ട ചായ ഉണ്ടോ? ഇല്ല, ചായ ഇടാൻ പോകുന്നേ ഉള്ളൂ. എന്തുപറ്റി? ഇന്നലെ ഉറങ്ങിയ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഓ, അത് ഒരു വല്ലാത്ത തലവേദന. ദേ ഇത് കുടിക്ക. തലവേദനയ്ക്ക് നല്ല കടുപ്പത്തിലുള്ള ചായ കുടിച്ചാ മതി. ഇതങ്ങോട്ട് കുടിച്ചാ ഏത് തലവേദനയും പമ്പ കടക്കും. ദാ അയ്യേ, ഇതെന്താ ചായയോ അത് തേയില കഷായോ? തുപ്പിയതല്ലേ ഉള്ളൂ. ഇവിടെ ചിലര് കൊടുത്ത പാല് കുടിച്ച് രക്തം ഛർദിച്ച് ആശുപത്രിയില് ICUലായി. തലവേദനയ്ക്ക് മരുന്നുണ്ട്, പക്ഷേ
അസൂയയ്ക്ക് മരുന്നില്ല. മാഡം, ചായ. ഇരിക്കെ. എങ്ങനെയുണ്ട് ക്ഷീണം? ഇന്നലെ രാത്രിയിൽ കണ്ട ആളെ അല്ലല്ലോ. ക്ഷീണം മാറിയിട്ടൊന്നുമില്ല. കുളിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി ഒന്ന് കുളിച്ചെന്നേ ഉള്ളൂ. ചെറിയൊരു ആശ്വാസമുണ്ട്. എവിടെ മോൻ? പതിപോലെ തന്നെ ഉച്ചവരെ മൂടിപ്പൊതച്ചുറക്കവാ. മോള് വന്നാലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. രാവിലെ അവനെയും കൊണ്ട് കുറച്ചു ദൂരം നടക്കണം. ഒരു എക്സസൈസും ഇല്ലാതെ കഴിക്കുക, ഉറങ്ങുക, പിന്നെയും കഴിക്കുക, ഉറങ്ങുക. ഇത് തന്നെയാ മോന്റെ പരിപാടി. പതിയെ എല്ലാം മാറ്റിയെടുക്കാം. ഇന്നലെ കൊച്ചുമുതലാളി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇവിടെ ഈ മുറിയിൽ ഇരിക്കല്ലായിരുന്നോ? ഞാനും ഉറങ്ങിയില്ല. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ മുറിയിൽ വന്ന് കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. അല്ല, ഇന്നലെ സംഭവിച്ചത് വല്ലതും ഓർമ്മയുണ്ടോ? എവിടെ അഞ്ചുമോള്? അഞ്ചുമോളെ രാവിലെ ഗീതമ്മ വന്ന് വിളിച്ചോണ്ട് പോയി. മുത്തശ്ശി തിരക്കുന്നു പറഞ്ഞ്. ഇന്നലെ മുത്തശ്ശി മുറി കിടക്കാൻ വിളിച്ചതല്ലേ. ഇനി മുതൽ ഞാൻ നോക്കിയിട്ട് അവൾ അവിടെ കിടക്കുന്നതാ നല്ലതെന്ന് തോന്നുന്നു. എന്നെ അപായപ്പെടുത്താൻ വരുന്നവർക്ക് അവൾ ഒരു തടസ്സമാവണ്ട. മുത്തശ്ശി അങ്ങ് നാട്ടിലോട്ട് പോവില്ലേ? അപ്പോഴോ? ഇന്നലെ വന്നവരാരായാലും അവരുടെ ലക്ഷ്യം മാഡം ആയിരുന്നില്ല, അഞ്ജു ആയിരുന്നു. ആ, ചായ കുടിക്കേ. ഇന്ന് എല്ലാവർക്കും എന്റെ വകയാവാം ചായ എന്ന് കരുതി. ഗിരിജ മാഡം അടുക്കളയിൽ വന്ന് ചായ എടുത്ത് കുടിച്ചു. പവിത്രൻ സാറിന് ചായ കൊണ്ട് കൊടുക്കണം. ഇന്നത്തെ ദിവസം നിനക്ക് വിട്ടുതരുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ മുതല് എന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാ മതി. അതൊന്നും പറ്റില്ല. എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് മാഡത്തിന് തന്നെയാ, പിന്നെ അഞ്ജു. ആഹാ, അപ്പൊ എന്റെ മോന് 3ാം സ്ഥാനമേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. താങ്ക് യു നിമ്മി. അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞതാ. എന്നെ IPS കാരിയാക്കണമെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ അടിയും തടയും ഒക്കെ പഠിപ്പിക്കാനും ജിമ്മിലൊക്കെ വിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുമായിരുന്നു അച്ഛന് ധൃതി. പക്ഷേ IAS കഴിഞ്ഞു മതി IPS എന്ന് അമ്മയ്ക്ക് വാശി. IAS എന്നാലേ ഇന്ത്യൻ അടുക്കള സർവീസ്. നാളെ മുതൽ ചായ മാത്രമല്ല, എല്ലാം ഉണ്ടാക്കണം. ഗീതമ്മ മാഡത്തെ അടുക്കളയിലെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ എത്ര പെണ്ണുങ്ങളുണ്ട്? ആരെങ്കിലും ഒരാള് ഒരു ദിവസമെങ്കിലും അടുക്കള കയറുന്നുണ്ടോ? പാവം, ഗീതമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താൻ അവർക്കൊരു നാണവും ഇല്ല. 2 പെൺപിള്ളാരുണ്ട്. ഒരു പ്രയോജനവും ഇല്ല. എപ്പം നോക്കിയാലും ഫോണും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. എല്ലാം ശരിയാവും. വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് കരുതി ഒരു ചെടിയും വളരില്ല. പുഴു കയറി നശിക്കാതെ നോക്കണം, നല്ലവണ്ണം പരിചരിക്കണം.